പ്രിയപ്പെട്ടവരെ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് അയവ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധം ആരംഭിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയും യമനും തമ്മിൽ ദീർഘകാല യുദ്ധങ്ങൾക്ക് ശേഷം വെടിനിർത്തലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വെടിനിർത്തലെല്ലാം അവസാനിച്ച് വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയുടെ വളരെ പ്രധാനപ്പെട്ട നെജ്റാനിലുള്ള അറാംകോയുടെ എണ്ണ റിഫൈനറിയിൽ ഇന്ന് ഹൂത്തികൾ ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇവിടെ ജിസാനിലുള്ള ഈ അറാംകോയിൽ നിന്ന് ഏകദേശം 4 ലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് മറ്റൊരു പ്രധാന തലങ്ങളുണ്ട്. അതായത് സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഒരു നാറ്റോക്ക് സമാനമായ ഒരു എഗ്രിമെന്റിൽ, മക്ക എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തിയാൽ ഈ 3 രാഷ്ട്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതിന് തുല്യമായിരിക്കും, ഒരുമിച്ച് പ്രതികരിക്കും. ഇതാണ്. എന്നാൽ ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ട് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഹൂത്തികൾ സൗദി അറേബ്യയെ ആക്രമിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇറാൻ അല്ലെങ്കിൽ ഹൂത്തികൾ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നു: നിങ്ങൾ ഏത് എഗ്രിമെന്റിലേക്ക് പോയാലും നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാവുകയില്ല. ഇന്നലെ പറഞ്ഞ പോലെ നയം മാറ്റാതെ ഒരിക്കലും സൗദി അറേബ്യക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല എന്നാണ് ഹൂത്തികൾ അല്ലെങ്കിൽ ഇറാൻ നൽകുന്ന സന്ദേശം. എന്നാൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഡ്രോൺ യമനിന്റെ മുകളിലൂടെ പറന്നിട്ടുണ്ട് എന്ന കാരണത്താൽ ഹൂത്തികൾ ഇപ്പോൾ അൽ മുഹ എന്നറിയപ്പെടുന്ന യമനിലെ സീപോർട്ടിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ സീപോർട്ടിലെ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ആയുധങ്ങൾ യമനിലെ, അതായത് സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിന് ആയുധങ്ങൾ കപ്പൽ വഴി എത്തിയിട്ടുണ്ട്. ആ എത്തിയ ആയുധങ്ങൾക്ക് നേരെ, സൈനിക സാമഗ്രികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഹൂത്തികൾ പറയുന്നു. ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും, വലിയ രൂപത്തിൽ പുക ഉയരുന്നു. ഇത് യമനിന്റെ അൽ മുഹ എന്നറിയപ്പെടുന്ന സീപോർട്ടാണ്. ഈ സീപോർട്ടിലുള്ള ആ ഒരു ആയുധങ്ങൾ എത്തിച്ച കേന്ദ്രങ്ങളെയാണ് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. അതായത് ഹൂത്തികൾക്കെതിരെ യമനിലുള്ള സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിന് ആയുധം നൽകി അവർക്കെതിരെ ആക്രമണം നടത്താൻ, കരയുദ്ധം നടത്താനുള്ള നീക്കമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ആ നീക്കത്തിന്റെ അടിവേരറുക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഹൂത്തികൾക്ക് പിന്നിൽ ശക്തമായ രൂപത്തിൽ ഇറാന്റെ പിന്തുണ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഒരു ഭാഗത്ത് യുദ്ധം അവസാനിക്കുമ്പോൾ ഇവിടെ ശക്തമായൊരു യുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. മുമ്പ് യമനും സൗദി അറേബ്യയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം ഇറാൻ ഒരു ഭാഗത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ഒരു വ്യാപകമായ യുദ്ധമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സുന്നി രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തും, അതുപോലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ മറ്റൊരു ഭാഗത്തും, ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും ഒക്കെ നിന്ന് ഒരു വലിയൊരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.